എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇനി വരുന്ന ഓണം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് പോവുക. ഇംഗ്ലീഷിലുള്ളവരായിക്കോട്ടെ മലയാളത്തിലുള്ളവരായിക്കോട്ടെ ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് അഥവാ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പുതിയ രാഷ്ട്രത്തിൻ്റെ വെല്ലുവിളികൾ അല്ലെങ്കിൽ ചാലഞ്ചസ് ഫോർ ദ ന്യൂ നേഷൻ അല്ലേ. നമ്മുടെ ഒരു രാഷ്ട്രം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, ഒരു 3 വെല്ലുവിളികളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതൊരു 3-4 മാർക്കിന് ചോദിക്കുന്നതാണ്. 3 വെല്ലുവിളികൾ, 3 ചാലഞ്ചസ്, അത് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കി വയ്ക്കുക. ഓക്കെ, 3 ചലഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കണം. അതൊരു 3-4 അങ്ങനെ ഒരു ചെറിയ മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഏതാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ പാർട്ടീഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു എസ്സേ 8 മാർക്കിന് ഷുവറായിട്ട് ഓണം എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അതായത് വിഭജനം, പുറത്താക്കലും പുനരധിവാസവും എന്ന് പറഞ്ഞിട്ട് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ടത് വിഭജന പ്രക്രിയ, പ്രോസസ് ഓഫ് പാർട്ടീഷൻ. അതായത് ഈ പാർട്ടീഷൻ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ 2 നാഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ, അതായത് വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു. നമുക്ക് 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതും ഇങ്ങനെയായിരിക്കും, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. ആ പ്രോസസ്സും കോൺസിക്വൻസസും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് 8 മാർക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പാർട്ടീഷൻ്റെ എസ്സേ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പാർട്ടീഷൻ്റെ ആ ഒരു 8 മാർക്കിന് വേണ്ടിയിട്ടുള്ള എസ്സേ ചോദ്യം മസ്റ്റായിട്ടും എല്ലാ കുട്ടികളും ഇപ്പോഴേ പഠിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇൻ്റഗ്രേഷനെ പറ്റിയിട്ടാണ്. അതായത് ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു സെക്ഷനൊക്കെ 1 വേർഡ്സ് ഒക്കെ അതിനകത്ത് നിന്നൊക്കെ വരാറുണ്ട്. എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഹൈദരാബാദാണ്. ഓക്കെ, അതായത് ഹൈദരാബാദിനെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയനോടൊപ്പം കൂട്ടിച്ചേർത്തത്, അതിന് പിന്നിൽ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതൊരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ചോദിക്കുന്ന ചെറിയൊരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. അപ്പോൾ ഹൈദരാബാദിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ മണിപ്പൂർ പ്രത്യേകിച്ചും ചോദിക്കുന്ന ഒരു ചോദ്യം, മണിപ്പൂരിലാണ് ആദ്യമായിട്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ, അതായത് പ്രായപൂർത്തി വോട്ടവകാശം ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ വോട്ടെടുപ്പ് നടന്ന പ്രദേശമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും 1 വേർഡിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് ഹൈദരാബാദാണ് ഷോർട്ട് എസ്സേക്ക് വേണ്ടിയിട്ട് നോക്കേണ്ടത്. മണിപ്പൂർ കൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. അതിനകത്തൊന്നും ചോദ്യങ്ങൾ 1 വേർഡായിട്ടോ അല്ലാതെയൊക്കെ വരാറുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് കാണുന്ന ഒരു വലിയ ടോപ്പിക്കാണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ സംസ്ഥാനങ്ങളുടെ പുനഃസംഘാടനം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക്. അപ്പോൾ ഇത് ആക്ച്വലി അങ്ങനെ ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ മേ ബി വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എസ്പെഷ്യലി ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ടത് പോറ്റി ശ്രീരാമലുവിനെ പറ്റിയിട്ടാണ്. ഇതിനകത്ത് നിന്ന് മെയിൻലി നിങ്ങൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഫുള്ളി ഒന്നും വായിച്ച് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും പോറ്റി ശ്രീരാമലുവിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നോക്കി വെക്കുക. കാരണം അദ്ദേഹം ആന്ധ്ര സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സമരം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, ഓക്കെ, അതായത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ പറ്റിയിട്ട്, അത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്ന ഒരു കമ്മീഷനാണ് സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കി വയ്ക്കുക. നമുക്ക് 1 വേർഡ് 2 മാർക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, കഴിയുമെങ്കിൽ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ്ലി ഒന്ന് വായിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. എളുപ്പമുള്ള ടോപ്പിക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ്പെഷ്യലി ഈ പോറ്റി ശ്രീരാമലു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് വായിച്ച് വെച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി നമ്മൾ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്സ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. ഇനി തുടർന്നുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആവശ്യമുള്ളത്, അതിപ്പോൾ ഏത് വിഷയം ആയിക്കോട്ടെ, മീൻസ് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വിഷയത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മൾ ഉടനെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു കേട്ടോ. ഓക്കെ.